വെൽക്കം, റഹ്മാനാണ്. പ്രൊട്ടസോവാസ് ആൻഡ് ആന്റി പ്രൊട്ടസോവൽ ഡ്രഗ്സ് വീഡിയോ സീരീസിൽ ഈ വീഡിയോയിൽ നമ്മൾ പറയാം ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവയെ കുറിച്ചിട്ടാണ്. ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവ, ഫ്ലജല്ലേറ്റ്സ് രക്തത്തിലുള്ളതുണ്ട്. അതിനെ നമ്മൾ ഹീമോഫ്ലജല്ലേറ്റ്സ് എന്നാണ് വിളിക്കുക. ഹീമോഫ്ലജല്ലേറ്റ്സ് പ്രധാനപ്പെട്ടത് ട്രിപ്പനോസോമിയാണ്. ട്രിപ്പനോസോമിയ ഉണ്ട്. ഓൾസോ ലീഷ്മേനിയ. ഇത് നമ്മൾ സെപ്പറേറ്റ് ആണ് പറയാം. അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ പറയാം ഇൻറ്റസ്റ്റൈനിലുള്ളത്, ഇൻറ്റസ്റ്റൈനൽ ഓറൽ അല്ലെങ്കിൽ നമുക്ക് GIT-യിലും ജെനിറ്റോ യൂറിനറി ട്രാക്റ്റിലും ഉള്ള സംഭവങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അവിടെയുള്ള പാരസൈറ്റ്സ്. സോ പ്രോട്ടോസോവൽ പാരസൈറ്റ്സ് ഇൻ GIT, ജെനിറ്റോ യൂറിനറി ട്രാക്ട് പറയുകയാണെങ്കിൽ ഇൻറ്റസ്റ്റൈനിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതാണ്, ജിയാർഡിയ ലാംബ്ലിയ, GRDS ഉണ്ടാക്കുന്നത്. ദെൻ ജെനിറ്റോ യൂറിനറി ട്രാക്റ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ട്രൈക്കോമോണാസ് വജൈനാലിസ് ആണ്. സോ നമ്മൾ പറയുന്നത് GRDയെ കുറിച്ചിട്ടും ട്രൈക്കോമോണാസിനെ കുറിച്ചിട്ടുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. മറ്റുള്ളവ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഒന്ന് ചെലമാസ്റ്റിക്സ് മെസിനിലിയാണ്. ദെൻ എൻറ്ററോമോണാസ് ഹോമിനിസ് ഉണ്ട്. ഡയൻറ്റമീബ ഫ്രജിലിസ് ഉണ്ട്. അമീബ എന്ന് പേരുണ്ടെങ്കിലും ഇത് അമീബ അല്ല. ദെൻ റിട്ടോട്ടമോണാസ് ഇൻറ്റസ്റ്റൈനാലിസ് അതുണ്ട്. ദെൻ എൻട്രോമോണാസ് ഹോമിനിസ്. സോ ഇതെല്ലാമാണ് മറ്റ് ഇൻറ്റസ്റ്റൈനിലും ഇവിടെയൊക്കെ താമസിക്കുന്ന മറ്റ് പാരസൈറ്റ്സ്. സോ ഫ്ലജല്ലേറ്റ്സ് ഇൻ GIT, ഓറൽ ആൻഡ് ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട്, ജെനിറ്റോ യൂറിനറി ട്രാക്ട് ഇതെല്ലാമാണ്. സോ ഫസ്റ്റ് വൺ ജിയാർഡിയ ലാംബ്ലിയാണ്. ജിയാർഡിയ ഡിയോഡിനാലിസ് എന്ന് വിളിക്കാം. ഡിയോഡിനാലിസ് എന്ന് വിളിച്ചാലും ഇൻറ്റസ്റ്റൈനാലിസ് എന്ന് വിളിച്ചാലും സെയിം ഇത് തന്നെയാണ്. ആൻഡ് ദിസ് ദ മോസ്റ്റ് കോമൺ പാരസൈറ്റിക് ഇൻഫെക്ഷൻ ഇൻ ദ GIT-യിൽ ഏറ്റവും മോസ്റ്റ് കോമൺ. ആൻഡ് ദ സംഭവം ഒരു ഫ്ലജല്ലേറ്റ് ആണ്. സോ ഇൻറ്റസ്റ്റൈനൽ ഫ്ലജല്ല ഉണ്ട്. സോ അപ്പൊ അതിന്റെ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി നമ്മുടെ ഡിയോഡിനത്തിലാണ്. ഡിയോഡിനം മുതൽ താഴെ അപ്പർ ഇലിയം വരെ താമസിക്കാം. അപ്പർ ഇലിയം എങ്കിലും ഡിയോഡിനത്തിലാണ് ഇത് കൂടുതൽ താമസം. ആൻഡ് ഡിസീസ് സ്പ്രെഡ് ഈസ് ഫീക്കോ ഓറൽ റൂട്ടിലൂടെയാണ്. എന്ന് വെച്ചാൽ വെള്ളത്തിലൂടെയും അഴുക്ക അല്ലെങ്കിൽ മലം ഒക്കെ ആയിട്ട് കോണ്ടാക്ട് ഉള്ള ഭക്ഷണത്തിലൂടെ ആയിരിക്കും ഇത് പടരുക. എൻഡമീബ ഹിസ്റ്റോൾട്ടിക്ക പോലെ തന്നെയാണ്. ആൻഡ് ദ ഹോസ്റ്റ് ഒറ്റ ഹോസ്റ്റേ ഉള്ളൂ. ഹോസ്റ്റ് ഈസ് മനുഷ്യനാണ് ഇതിന്റെ ഹോസ്റ്റ്. ഇതിന്റെ ലൈഫ് സൈക്കിൾ ആൻഡ് മോർഫോളജിക്കൽ ഫോംസ് പറഞ്ഞാൽ രണ്ട് മോർഫോളജിക്കൽ ഫോംസ് ഉണ്ട്. ഒന്ന് സിസ്റ്റ് ആണ്. സിസ്റ്റ് ഉണ്ട്. രണ്ട് ട്രോഫോസോയിഡ്സ്. അപ്പൊ ഇങ്ങനെ രണ്ട് ഫോമിലുണ്ട്. ആൻഡ് ദി സിസ്റ്റ് ആണ് മനുഷ്യനിലേക്ക് എത്തുക. എങ്ങനെ എത്തുക? വെള്ളം, ഭക്ഷണം, കണ്ടാമിനേറ്റഡ് ഫീക്കൽ മാറ്റർ, അതിലൂടെയൊക്കെ സിസ്റ്റ് മനുഷ്യനിലേക്ക് എത്തും. സോ സിസ്റ്റ് ഒരു ഏകദേശം ഒരു ഓവൽ ഷേപ്പ് ആണ്. അപ്പൊ സിസ്റ്റ് ഇങ്ങനെ വരയ്ക്കാം നമുക്ക്. ഏകദേശം 10 to 14 മില്ലി മൈക്രോൺ സൈസ് ഉണ്ട്, മൈക്രോമീറ്റർ സൈസ് ഉണ്ട്. ആൻഡ് ഇതിനകത്തൊരു 4 ന്യൂക്ലിയേറ്റ്, ക്വാഡ്രി ന്യൂക്ലിയേറ്റ് എന്നാണ് വിളിക്കുക. ക്വാഡ്രി ന്യൂക്ലിയേറ്റ് ഫോം. ആൻഡ് അതിന് നല്ല തിക്കായിട്ടുള്ള സിസ്റ്റ് വോൾ ഉണ്ട്. അതാണ് അതിനെ പ്രൊട്ടക്ട് ചെയ്യുക. ആൻഡ് ഇതിനകത്ത് മൈറ്റോകോൺട്രിയ ഒന്നും ആകത്തില്ല. ആൻഡ് ഇതിന് നമ്മുടെ റൂട്ടീൻ ക്ലോറിനേഷൻ, നമ്മുടെ വെള്ളമൊക്കെ നമ്മൾ അണുനശീകരണത്തിന് ഉപയോഗിക്കുന്ന ക്ലോറിനേഷൻ ഓഫ് വാട്ടറിനെ റെസിസ്റ്റ് ചെയ്തിട്ട് സർവൈവ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ആൻഡ് വെള്ളത്തിലൂടെ ഇൻറ്റസ്റ്റൈൻ, നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലായിരുന്നു. സോ ദിസ് റീച്ചസ് ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ആൻഡ് ദിസ് ഈസ് ദ ഓൺലി പാരസൈറ്റ് ലിവ് ഇൻ അവർ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ജീവിക്കുന്ന ഏക പാരസൈറ്റ് ജീവി ഇതാണ്. ബാക്കി നമ്മൾ പറഞ്ഞ പെൻഡമീബ ഹിസ്റ്റോൾട്ടിക്ക എവിടെയായിരുന്നു? അത് ലാർജ് ഇൻറ്റസ്റ്റൈനിലായിരുന്നു. ഇനി ചൈലോമാസ്റ്റിക്സ് ആയാലും ഡയൻഡമീബ ആയാലും ബാക്കി പറയുന്നതെല്ലാം ലാർജ് ഇൻറ്റസ്റ്റൈനിലാണ്. സോ ദിസ് ദ ഓൺലി വൺ വിച്ച് ലിവ്സ് ഇൻ ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. സോ സിസ്റ്റ് വെള്ളത്തിലൂടെ വായിലൂടെ ഇൻറ്റസ്റ്റൈൻ ഡിയോഡിനത്തിൽ എത്തുന്നു. സിസ്റ്റ് ഈസ് ദ ഇൻഫെക്റ്റീവ് ഫോം. സോ ഇതാണ് ഇൻഫെക്റ്റീവ് ഫോം. ആൻഡ് ഇത് ഇവിടെ വെച്ചിട്ട് ഡിവൈഡ് ചെയ്തു, എക്സിസ്റ്റേഷൻ നടത്തുന്നു ആൻഡ് ബൈനറി ഫിഷൻ ഡിവൈഡ് ചെയ്യുന്നു ആൻഡ് ബിക്കം ട്രോഫോസോയിഡ്സ് ആയിട്ട് മാറും. ട്രോഫോസോയിഡ്സ് ഒരു പിയർ ഷേപ്പ് ആണ്. നമുക്ക് വേണമെങ്കിൽ പിയർ ഇങ്ങനെ വരയ്ക്കാം, അല്ലെങ്കിൽ ടെന്നീസ് റാക്കറ്റ് ഷേപ്പ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ പിറിഫോം. സോ പിയർ ഷേപ്പ് എന്ന് വിളിക്കാം, പിറിഫോം എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ടെന്നീസ് റാക്കറ്റ് ഷേപ്പ് എന്ന് വിളിക്കാം. ആൻഡ് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ഇത് സിക്കിൾ ഓർ സ്പൂൺ ഷേപ്ഡ് ആയിട്ടും തോന്നും. ആൻഡ് 4 പെയേഴ്സ് ഓഫ് ഫ്ലജല്ലേസ്, 2 ദാ ഇങ്ങനെ ആന്റീരിയർ സൈഡിൽ, ആൻഡ് 2 നമുക്ക് ഇത് അവിടെ നിന്ന് ഇങ്ങനെ വരയ്ക്കാം, 2 ഇങ്ങനെ വരയ്ക്കാം, 2 താഴെയും വരയ്ക്കാം. ഇങ്ങനെയാണ്. ഇതിനകത്തും സംഭവം ഉണ്ടാകുക, പക്ഷെ അകത്തിരിക്കുക. ആൻഡ് ഇതിന് 2 ന്യൂക്ലിയസ് ഉണ്ട്. അവിടെ ഒരു ന്യൂക്ലിയസ്, ഇവിടെ ഒരു ന്യൂക്ലിയസ്, ഉള്ളിലുള്ളതാണ് ന്യൂക്ലിയസ്. അപ്പൊ അതിന് ചുറ്റുമായിട്ട് നമുക്ക് 2 സക്ലിംഗ് ഡിസ്ക് കാണാം. സക്കിംഗ് ഡിസ്ക് എന്ന് വിളിക്കും, സക്ലിംഗ് എന്നും പറയാറുണ്ട്. ആൻഡ് പിന്നെ പാരാനൈസൽ ബോഡീസ് ഉണ്ട്. ദെൻ ആക്സോസിസ് ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ. എന്നാലും നോക്കിക്കഴിഞ്ഞാൽ ഒരു വയസ്സായ ഒരു മനുഷ്യന്റെ ഒരു മുഖത്തിന്റെ ഒരു ലുക്കാണ് ഇതിനുള്ളത്. സിസ്റ്റ് ഡിയോഡിനത്തിൽ എത്തിക്കഴിഞ്ഞാൽ എക്സിസ്റ്റേഷൻ വഴി, ഇപ്പോൾ ഇത് സ്റ്റൊമക്ക് ആയിരുന്നു എന്ന് വിചാരിക്കുക, സ്റ്റൊമക്ക് കഴിഞ്ഞിട്ട് ഇത് ഡിയോഡിനമായി എന്ന് വിചാരിക്കുക. എക്സിസ്റ്റേഷൻ വഴി അത് ട്രോഫോസോയിഡ്സ് ആയി അതിന്റെ സക്കിംഗ് ഡിസ്ക് വഴി ഈ ഡിയോഡിനത്തിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് അത് അവിടെ ഇരിക്കും. ആൻഡ്
അതിന്റെ ഡിയോഡനത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ GITയിലെ ഏറ്റവും ഇന്റീരിയർ ലെയർ എന്ന് പറയുന്നത് മ്യൂക്കസ് ലൈനിങ്. മ്യൂക്കസ് ലൈനിങ്ങിലുള്ള മൈക്രോവില്ല, ഇപ്പൊ ഡിയോഡനൽ സെൽസ് എൻട്രോസൈറ്റ്സ് ആണെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് വരില്ലേ. ആൻഡ് ഇവിടെയുള്ള വില്ലായി ആൻഡ് മൈക്രോവില്ലായി അതിലാണ് ഇത് കയറി ഒട്ടിപ്പിടിച്ചിരിക്കും. ഇപ്പൊ കുട്ടികൾ അല്ലെങ്കിൽ ക്ലോർഹൈഡ്രി ഉള്ള ആൾക്കാർ, ഹൈപ്പോക്ലോർഹൈഡ്രി എന്ന് വെച്ചാൽ ഇവിടെ GI സെക്രീഷനിലെ ആസിഡ് കുറവായിട്ടുള്ള കണ്ടീഷനുള്ള ആൾക്കാരിൽ, സോ ഇവർക്കൊക്കെ ഇത് വേഗത്തിൽ ഇത് ആക്റ്റീവ് ആവുകയും സോ ഇവർക്ക് വേഗം അസുഖം പിടിക്കാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ആൻഡ് ഇവ ചെയ്യുന്ന നമ്മുടെ ഇൻഡസ്റ്റൈനൽ വില്ലയിലൂടെ ഒട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ ഈ ഇൻഡസ്റ്റൈനൽ വില്ലയെ ഡിസ്റ്റോർട്ട് ചെയ്യും. സോ ദേ വിൽ ജസ്റ്റ് ഡിസ്ട്രോയ് ഓർ ബ്ലണ്ടിങ് എന്ന് നമുക്ക് വേണമെങ്കിൽ, ബ്ലണ്ടിങ് ഓഫ് വില്ല ഇല്ലാത്തത് ഇങ്ങനെ ആയിപ്പോ. ആൻഡ് ഇതിന്റെ മൂവ്മെന്റ്, ഇവിടെയുള്ള മൂവ്മെന്റിനെ നമ്മൾ വിളിക്കുക ഫോളിംഗ് ലീഫ് മോട്ടിലിറ്റി എന്നാണ് വിളിക്കുക. ഫോളിംഗ് ലീഫ് പോലെയാണ് ഇത് അതിന്റെ മോട്ടിലിറ്റി. ആൻഡ് ഇതിവിടെ ഇരുന്ന് കഴിഞ്ഞാലോ, ഈ സംഭവം ഇതിവിടെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഇത് ബ്ലണ്ട് ആയി കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള അബ്സോർഷൻ കുറയും അല്ല. ഇവിടെ GIയിലെ സ്മോൾ ഇൻഡസ്റ്റൈനിലെ അബ്സോർഷൻ കൂട്ടുന്നത് വില്ലായി മൈക്രോവില്ലയൊക്കെയാണ്. സോ അത് നശിച്ചു കഴിയുമ്പോഴത്തേക്കും ദിസ് ക്യാൻ കോസ് പ്രോട്ടീൻ അബ്സോർഷൻ കുറയും. സോ പ്രോട്ടീൻ ലോസിങ് എൻറ്ററോപ്പതി എന്ന് പറയുന്ന പ്രശ്നമുണ്ടാകും. ഇത് പ്രോട്ടീന്റെ കേസാണ്. ഡിക്രീസ്ഡ് ഫാറ്റ്, കൊഴുപ്പ് അബ്സോർഷൻ കുറയും. ഫാറ്റ് അബ്സോർഷൻ കുറയുമ്പോൾ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസിന്റെയും അബ്സോർഷൻ കുറയും. ദെൻ GIT തന്നെയാണ് മറ്റ് വൈറ്റമിൻസ്, B12 ആയാലും മറ്റ് വൈറ്റമിൻസ് എല്ലാം അബ്സോർബ് ചെയ്യുന്നത് GIT. ആൻഡ് അയൺ ഏറ്റവും കൂടുതൽ അബ്സോർബ് ചെയ്യുന്ന എവിടെ നിന്നാണ്? അതും ഡിയോഡനത്തിൽ നിന്ന്. സോ ഇതിന്റെ എല്ലാം അബ്സോർഷൻ കുറയും. ആൻഡ് ദിസ് ഫീക്കൽ ഫാറ്റ് അബ്സോർബ് ചെയ്യാതെ വരുമ്പോഴത്തേക്കും ഫീക്കൽ മാറ്ററിൽ ഫാറ്റ് കൂടുതലായി. സോ ഇൻക്രീസ്ഡ് ഫാറ്റ് ഓർ ലിപ്പിഡ് ഇൻ ഫീക്കൽ മാറ്റർ ഉണ്ടാകും. അപ്പോഴത്തേക്കും സ്റ്റിയറ്റോറിയ ഉണ്ടാകും. അപ്പോഴത്തേക്കും ഒരു ഫൗൾ സ്മെല്ലിംഗ്, നല്ല ദുർഗന്ധമുള്ള ഫൗൾ സ്മെല്ലിംഗ്, പ്രൊഫ്യൂസ്, ഫ്രോത്തി, പത പോലെയുള്ള ഡയേറിയ ഉണ്ടാകും. സോ ബൾക്കി, ഫൗൾ സ്മെല്ലിംഗ്, ഡിഫിക്കൽട്ട് ടു ഫ്ലഷ്, സ്റ്റിയറ്റോറിയ ആണ് ഇത് ഉണ്ടാക്കുക. സോ ഇതാണ് നമ്മുടെ ട്രാവലേഴ്സ് ഡയറി. സോ ഇതുണ്ടാക്കുന്ന അസുഖമാണ് ട്രാവലേഴ്സ് ഡയറിയ എന്ന് പറയും. ഇനി സംഭവം ഇൻഡസ്റ്റൈനിൽ നിന്ന് കോളനിലേക്ക് എത്തുന്നു. കോളനിലേക്ക് എത്തി അത് വീണ്ടും സിസ്റ്റ് ആകും. സോ അപ്പൊ അതിനെ നമുക്ക് എൻസിസ്റ്റേഷൻ എന്ന്, എല്ലാം സിസ്റ്റ് ആവണമെന്നില്ല, കുറെ സിസ്റ്റ് ആവും, കുറെ ട്രോഫോസോയിഡ്സ് ആവും. ദെൻ ഫീക്കൽ മാറ്ററിലൂടെ വീണ്ടും പുറത്തേക്ക് അതിലൂടെ പുറത്തേക്ക് പോകും. സോ ഇത് വീണ്ടും വെള്ളത്തിലെ കലരും അടുത്ത ആളിലേക്ക് ഓറൽ ഫീക്കൽ കണ്ടാമിനേഷൻ വഴി അത് അവരുടെ വയറ്റിലേക്ക് എത്തും. ഇതിങ്ങനെ പടർന്നുകൊണ്ടേയിരിക്കും. ആൻഡ് പുറത്ത് ട്രോഫോസോയിഡ്സിന് സർവൈവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത് വെള്ളത്തിലൂടെ, സിസ്റ്റാണ് വെള്ളത്തിലൂടെ പോവുക. സോ ഇതാണ് ഇതിന്റെ ലൈഫ് സൈക്കിൾ. സോ ഇനി സിസ്റ്റും ട്രോഫോസോയിഡ്സും രണ്ടും സ്റ്റൂളിൽ ഉണ്ടാവും. രണ്ടും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സ്റ്റൂൾ എക്സാമിനേഷനിൽ ട്രോഫോസോയിഡ്സും സിസ്റ്റ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കിത് ഡയഗ്നോസ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് സിസ്റ്റ് ഈസ് ദ ഡയഗ്നോസ്റ്റിക്. ആൻഡ് ഇത് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ 3 ദിവസം 3 കോൺസിക്യൂട്ടീവ് ഡേയ്സ് നമ്മൾ സ്റ്റൂൾ ടെസ്റ്റ് ചെയ്യണം. ആൻഡ് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ് സ്ട്രിംഗ് ടെസ്റ്റ്. സ്ട്രിംഗ് ടെസ്റ്റ് എന്ന് വെച്ചാൽ പ്രത്യേകം സംഭവമൊന്നുമില്ല. ഡിയോഡനത്തിനൊക്കെ നമ്മളൊരു നൂലിൽ കെട്ടിയിട്ട്, നൂലെന്ന് വെച്ചാൽ നൈലോൺ നൂലിൽ കെട്ടിയിട്ട് ഒരു ക്യാപ്സ്യൂൾ ഇങ്ങോട്ടേക്ക് വിഴുങ്ങാൻ പറയും. ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടേക്ക് ഇത് പതുക്കെ വീണ്ടും തിരിച്ചെടുക്കുന്നു. ദെൻ അത് നമ്മൾ ലാബിൽ കൊടുക്കുന്നു. അതിനാണ് നമ്മൾ സ്ട്രിംഗ് ടെസ്റ്റ് എന്ന് നമ്മൾ പറയും. ഇല്ലെങ്കിൽ നമുക്ക് ഡിയോഡനൽ ബയോപ്സി നമുക്ക് ചെയ്യാം. അപ്പോഴത്തേക്കും ഫോളിംഗ് ലീഫ് മോട്ടിലിറ്റി നമുക്ക് ഈ ഓർഗാനിസം ഇവിടെ മൊട്ടലായിട്ട് നമുക്ക് കാണാം. ഇനി ആന്റിജൻ ആന്റിബോഡി ടെസ്റ്റ് ഒക്കെ ചെയ്യാം. അതിൽ ലെക്റ്റിൻ ആന്റിജൻ ഇതിന്റെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ ആന്റിബോഡീസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് PCR നമുക്ക് ചെയ്യാം. സോ ബെസ്റ്റ് ഈസ് PCR ആണ് എപ്പോഴും. ഇനി നമ്മൾ ട്രീറ്റ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറയുന്നത് മെട്രോനിഡസോൾ ആണ്. 250 മില്ലിഗ്രാം 3 നേരം 5 to 7 ദിവസത്തൊക്കെയാണ് സാധാരണ കഴിയുക. കുട്ടികളിലാണെങ്കിൽ ഒരു 15 മില്ലിഗ്രാം പെർ കിലോഗ്രാം ഡേ, പല 3 ഡിവൈഡഡ് ഡോസ് ആയിട്ട് ഒരു 5 to 7 ദിവസം. ആൻഡ് അല്ലാതെ ഈ 2 ഗ്രാമിന്റെ കഴിക്കുന്നുണ്ട്, 2 ഗ്രാം ഇൻറ്റു 3 days, 2 ഗ്രാം ഒറ്റയടിക്ക് നമ്മൾ കഴിക്കുന്ന പരിപാടിയുമുണ്ട്. ദെൻ ഇതേപോലെ വേറെ മരുന്നാണ് ടീനിഡസോളും 2 ഗ്രാമിന്റെ നമുക്ക് കഴിക്കാം. സിംഗിൾ ഡോസ് ഒക്കെ ആയിരിക്കും. വേറെ മരുന്ന് നിറ്റാസോക്സനൈഡ് എന്ന് പറയുന്ന മരുന്നുണ്ട്. അത് 500 മില്ലിഗ്രാം 2 നേരം കഴിച്ചാൽ മതി, 3 ദിവസം കഴിച്ചാൽ മതി. ദെൻ ഫ്യൂറാസോളിഡോൺ, ഇതെല്ലാം നമ്മൾ എവിടെ പഠിച്ചതാണ്? അമീബിക് ഡിസെൻട്രിയിലും ഒക്കെ നമ്മൾ പഠിച്ച മരുന്നുകൾ തന്നെയാണ്. ഫ്യൂറാസോളിഡോൺ ഒരു 100 മില്ലിഗ്രാം 4 നേരം 7 ദിവസം 4 times 7 ദിവസം. കുട്ടികളിലാണെങ്കിൽ 2 മില്ലിഗ്രാം പെർ കിലോഗ്രാം കൊടുക്കും. ദെൻ ഗർഭിണികളിലാണെങ്കിൽ മെട്രോനിഡസോൾ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ടിൻഡസോൾ ഒന്നും കൊടുക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് പാരമോമൈസിൻ എന്ന് പറയുന്ന മരുന്നായിരിക്കും നമ്മൾ. ദെൻ ഈ മരുന്നുകൾ മെട്രോനിഡസോൾ, ടിൻഡസോളിനൊപ്പം ഒഴിവാക്കേണ്ട മരുന്ന് സംഭവം ഏതാണ്? മദ്യം, ആൽക്കഹോൾ നമ്മൾ ഒഴിവാക്കണം. ഡൈസൾഫ്രാം ലൈക്ക് റിയാക്ഷൻ ഉണ്ടാകും. ഇനി രണ്ടാമത്തെ ഫ്ലജല്ലേറ്റഡ് പാരസൈറ്റ്, പ്രോട്ടോസോവൻ പാരസൈറ്റ്, ട്രൈക്കോമോണാസ് വജൈനാലിസ്. ആൻഡ് ദിസ് ദ മോസ്റ്റ് കോമൺ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ട്രൈക്കോമോണിയാസിസ് ബൈ ട്രൈക്കോമോണാസ് വജൈനാലിസ്. ആൻഡ് ഓൾസോ ദിസ് ക്യാൻ കോസ് നോൺ ഗോണോകോക്കൽസ് മൂലമല്ലാത്ത ഈ യൂറിത്രൈറ്റിസും ഇതുണ്ടാക്കാം. യൂറിത്രൈറ്റിസ് ഉണ്ടാക്കുന്നതും ഇതാണ്. ആൻഡ് അപ്പൊ ഇതിന്റെ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് എവിടെയാണ് ഇത് താമസിക്കുന്നത് വെച്ചാൽ അപ്പൊ വജൈന ഓഫ് ദ ഫീമെയിൽ, ദെൻ യൂറിത്ര ആൻഡ് പ്രോസ്റ്റേറ്റ് മെയിലും ഇവിടെയൊക്കെയാണ് താമസിക്കുക. സോ ഇറ്റ്സ് എ യൂറോജെനിറ്റൽ പാരസൈറ്റ്
ആണ് സംഭവം. ആൻഡ് ആരാണ് ഇതിന്റെ റിസർവർ എന്ന് വെച്ചാൽ അത് ഫീമെയിൽ ആണ്. ഫീമെയിൽ ഇസ് ദ റിസർവോയർ ഓഫ് ദ ഓർഗാനിസം ആൻഡ് മെയിലിലേക്ക് പകരുന്നത് സെക്ഷൽ ട്രാൻസ്മിഷൻ വഴിയാണ് പകരുക. ആൻഡ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഫാക്ട് ദാറ്റ് ദിസ് ഹാസ് നോ സിസ്റ്റ് ഫോം. ഇതിന് സിസ്റ്റ് ഫോം ഇല്ല. ഓൺലി ആൻഡ് ഓൺലി ട്രോഫോസോയിഡ് ഫോം മാത്രമേ ഉള്ളൂ. സോ ദിസ് ഇസ് ദ ഇൻഫെക്റ്റീവ് സ്റ്റേജ് ആൻഡ് ഇൻഫെക്റ്റീവ് ഫോം ഇതാണ്. ആൻഡ് ദിസ് ഇസ് എ ഡയറക്റ്റ് പാരസൈറ്റ് ആണ്. ഡയറക്റ്റ് പാരസൈറ്റ് എന്ന് വെച്ചാൽ എന്താ? ദർ ഈസ് നോ ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ്. വേറെ ഹോസ്റ്റുകളൊന്നും തന്നെ ഇല്ല. മനുഷ്യനിൽ നിന്ന് നേരിട്ട് മനുഷ്യനിലേക്കാണ് ഇത് പകരുന്നത്. ആൻഡ് ദിസ് ഈസ് ഓൾസോ ഒരു പിയർ ഷേപ്പ് ആണ് സംഭവം. ആൻഡ് ഇതിന് 5 ഫ്ലജല്ലയാണുള്ളത്. 4 ഇങ്ങനെ മുകളിൽ ആന്റീരിയർ സർഫസ് റിക്കറൻസസ് എന്ന് പറയാം. ആൻഡ് ഒരെണ്ണം ഇവിടെ ഇതുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് അണ്ടുലേറ്റിംഗ് മെംബ്രെയിൻ പോലെയാണ് നിൽക്കുക. അണ്ടുലേറ്റിംഗ് മെംബ്രെയിൻ. സോ ഇതിനെ നമ്മൾ കോസ്റ്റ എന്നാണ് വിളിക്കുക. ഈ സ്ട്രക്ചറിനെ കോസ്റ്റ എന്ന് വിളിക്കുക. ആൻഡ് ദർ ഇസ് എ ന്യൂക്ലിയസ്. നടുവിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ട്. സോ ഇവരുള്ള ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു 4 to 28 ദിവസമാണ്. മെയിലില് സെക്ഷൽ കോണ്ടാക്ട് വഴി, ഫീമെയിലില് സാധനം ഉണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ ക്യാൻ കോസ് യൂറിത്രൈറ്റിസ്. യൂറിത്രൈറ്റിസ് എന്ന് പറയുമ്പോൾ ഇൻഫെക്ഷൻ ഓഫ് ദ യൂറിത്ര ഉണ്ടാകാം. ദെൻ സിസ്റ്റൈറ്റിസ് എന്ന് പറയുമ്പോഴത്തേക്കും ബ്ലാഡർ ഇൻഫെക്ഷൻ ഉണ്ടാകാം. ദെൻ പ്രോസ്റ്റേറ്റിൽ ഇൻഫെക്ഷൻ ഈസ് പ്രോസ്റ്റേറ്റൈറ്റിസ് ഉണ്ടാക്കാം. ആൻഡ് ഇത് ഉണ്ടായാലും ചിലപ്പോൾ അസിംറ്റോമാറ്റിക് ആയിട്ടും തുടരാം. അസിംറ്റോമാറ്റിക്. ആൻഡ് ഇത് ഫീമെയിൽ വന്നാലും, ഫീമെയിൽ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ കോസ് വജൈനൽ ഡിസ്ചാർജ് ഉണ്ടാക്കാം. ആൻഡ് ഇറ്റ് ഈസ് ഗ്രീനിഷ്, ഒരു പച്ച പോലെയുള്ള മഞ്ഞ കളറൊക്കെ ഉള്ള സംഭവം, ഗ്രീനിഷ് ഡിസ്ചാർജ് ആയിരിക്കും. ആൻഡ് ദിസ് ഈസ് എക്സ്ട്രീംലി ഒഫൻസീവ് സ്മെല്ലിംഗ് ആണ്. ഒഫൻസീവ് സ്മെൽ ഉള്ള ഹൈ pH, ഭയങ്കരമായിട്ട് pH അവിടെ കൂടും. ഒരു 4.5 pH ഒക്കെ ആയിട്ട് മാറും. ആൻഡ് ഇൻ ദ വജൈന ഇത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ആൾക്കാർക്ക് 2% കേസിൽ ഉണ്ടാകാവുന്ന ഒരു സംഭവമാണ് സ്ട്രോബെറി അപ്പിയറൻസ് ഓർ സ്ട്രോബെറി വജൈന ഉണ്ടാകാം. സോ ദിസ് ആണ് സ്പെസിഫിക് ആയിട്ടുള്ള. അതിന് നമുക്ക് വേണമെങ്കിൽ കോളിറ്റീസ് മാക്കുലാരിസ് എന്നാണ് നമ്മൾ വിളിക്കുക. 2% കേസിലുള്ളൂ സ്ട്രോബെറി വജൈന. സോ ക്യാരക്ടറിസ്റ്റിക് ഓർ സ്പെസിഫിക് ഫീച്ചർ ആണ്, അപ്പിയറൻസ് ആണ്. ആൻഡ് ഈ ഡിസ്ചാർജ് നമ്മൾ പാപ്സ്മിയറിൽ എടുത്തിട്ട് ഒരു 10% പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഒഴിച്ചു കഴിഞ്ഞാൽ ഇൻക്രീസ് സ്മെല്ല് ഭയങ്കരമായിട്ട് കൂടുന്നത് കാണാൻ പറ്റും. ആൻഡ് ദിസ് ടെസ്റ്റ് ഇസ് കോൾഡ് ആസ് വിഫ് ടെസ്റ്റ് എന്നാണ് ഇതിന്. ആൻഡ് വജൈനൽ ഡിസ്ചാർജ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രോഫോസോയിഡ്സിനെ കാണാം. ആൻഡ് അപ്പൊ ഇതിന്റെ മോട്ടിലിറ്റി ഫ്ലജല്ല ഉണ്ട്. ഇതിന്റെ മോട്ടിലിറ്റിയെ നമ്മൾ ട്വിച്ചിങ് മോട്ടിലിറ്റി എന്നാണ്. ട്വിച്ചിങ്, മറ്റേത് ഫോളിംഗ് ലീഫ് മോട്ടിലിറ്റി ആണ്. ഇത് ട്വിച്ചിങ് മോട്ടിലിറ്റി ഓർ റൊട്ടേറ്ററി മൂവ്മെന്റ്സ് എന്ന് നമുക്ക് പറയാം. ആൻഡ് സ്റ്റെയിൻ നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ ജീസ്മാ സ്റ്റെയിൻ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കും. ആൻഡ് ഇത് കൾച്ചർ ചെയ്യാൻ മീഡിയം ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ ലാഷ് സിസ്റ്റീൻ ഹൈഡ്രോലൈസേറ്റ് എന്ന് പറയുന്ന കൾച്ചർ മീഡിയം ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഡയമണ്ട് മീഡിയം നമുക്ക്. ആൻഡ് മരുന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് സെയിം തന്നെയാണ്, മെട്രോനിഡസോൾ ആണ്. മെട്രോനിഡസോൾ ഫൈനൈട്രോമിഡസോൾ ആണ്. ടിനിഡസോൾ ഇൻ ബോത്ത്, രണ്ടുപേർക്കും കൊടുക്കണം. ബോത്ത് മെയിലിലും കൊടുക്കണം, ഫീമെയിലും, ബിക്കോസ് സെക്ഷലി ക്യാൻ ട്രാൻസ്മിറ്റ്. സോ ബോത്ത് സെക്ഷൽ പാർട്ട്നേഴ്സ് ഹാസ് ടു ബി ഗിവൺ. ആൻഡ് ഫീമെയിൽ വജൈനൽ ഡിസ്ചാർജിനെ പറ്റി നമ്മൾ പറഞ്ഞു, വിത്ത് ഫോൾ ഔട്ട് ആണെന്ന് പറഞ്ഞു. ദെൻ ജെനിറ്റൽ ഇറിറ്റേഷൻ ഉണ്ടാകും. ഇതുമൂലം ജെനിറ്റൽ ഇറിറ്റേഷൻ, ഇച്ചിങ്, ബേണിംഗ്, റെഡ്നെസ് ഒക്കെ ഉണ്ടാക്കാം. ആൻഡ് ദിസ് യൂറിനേഷൻ മേ ബി പെയിൻഫുൾ ആയിരിക്കാം. അപ്പോൾ യൂറിനേഷൻ പെയിൻഫുള്ളിനെ നമ്മൾ ഡിസ്യൂറിയ എന്നാണ്. ആൻഡ് ഇൻക്രീസ്ഡ് ഫ്രീക്വൻസി ഓഫ് യൂറിനേഷൻ, പെയിൻ ഡ്യൂറിങ് ഇന്റർകോഴ്സ് ഒക്കെ ഉണ്ടാക്കും. പുരുഷന്മാരിലും പെനൽ ഡിസ്ചാർജ് ഉണ്ടാക്കാം, ഡിസ്യൂറി ഉണ്ടാക്കാം, ക്ലൗഡി യൂറിൻ, പെയിൻ എക്സെട്ര ഉണ്ടാക്കും. ഇനി ഇതല്ലാതെ വജൈനോസിസ് ഉണ്ടാക്കുന്ന വേറൊരു സംഭവം ഉണ്ട്. അത് ബാക്ടീരിയൽ വജൈനോസിസ് ആണ്. അത് ക്ലാമിഡിയ പോലെയുള്ളതൊക്കെയാണ്. അത് നമുക്ക് വേറെ പറയാം. സോ പ്രോട്ടോസോവൽ വജൈനൽ ഇൻഫെക്ഷൻ, പാരസൈറ്റിക് വജൈനൽ ഇൻഫെക്ഷൻ ഈസ് ബിക്കോസ് ഓഫ് ട്രൈക്കോമോണസ് വജൈനാലിസ് ആണ്. മെട്രോനിഡസോൾ നമ്മൾ ഇത്ര കൊടുക്കണം. 500 മില്ലിഗ്രാമിന്റെ ഗുളിക 500 മില്ലിഗ്രാം ഒരു 5 to 7 ദിവസം, അല്ലെങ്കിൽ 500 മില്ലിഗ്രാം 4 ഡോസ് ഒറ്റയടിക്ക് കഴിക്കുന്ന പരിപാടിയും ഉണ്ട്. ടിനിഡസോൾ ആണ് നമ്മൾ പറഞ്ഞു 2 ഗ്രാം ഒറ്റയടിക്ക് ഒരു തവണ കൊടുത്താൽ ഭക്ഷണത്തോടൊപ്പം കഴിക്കും. ഗർഭിണികളിൽ കൊടുക്കാവോ? ഇല്ല. മെട്രോനിഡസോൾ, ടിനിഡസോൾ ഒന്നും ഗർഭിണികളിൽ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ കഴിയുന്നതും നീട്ടിക്കൊണ്ട് പോവുക എന്നുള്ളതാണ് അതിന്റെ പരമാവധി ചെയ്യുക. ആൻഡ് സെക്കൻഡ് ആൻഡ് തേർഡ് ട്രൈമസ്റ്ററിലൊക്കെ മരുന്ന് കൊടുക്കുന്നതിന് കുഴപ്പം. ചൈലോമാസ്റ്റിക്സ് ഉള്ളത്, ചൈലോമാസ്റ്റിക്സ് മെസിനിലി ഉള്ളത് ലാർജ് ഇൻറ്റസ്റ്റൈനിലാണ് ഉള്ളത്. ഇതിന് 2 ഫോം, സിസ്റ്റ് ഉണ്ട്, ട്രോഫോസോയിഡ്സ് ഫോം ഉണ്ട്. ആൻഡ് രണ്ടും നമുക്ക് കണ്ടുപിടിക്കാൻ സിസ്റ്റ് ഫോം തന്നെയാണ് ഇവിടെയും ഇൻഫെക്റ്റീവ്. ഫീക്കോ ഓറൽ റൂട്ടിലൂടെയാണ് കിടക്കുക. സോ വെള്ളത്തിലൂടെയൊക്കെ പിടിക്കാം. ആൻഡ് ഇതൊക്കെ നോൺ പാത്തോജനിക് കോളനൈസേഷൻ ആണ്. ദെൻ ഡൈ എൻഡ് അമീബ, ഞാൻ പറഞ്ഞു പേരിൽ അമീബ ഉണ്ടെങ്കിലും അമീബ അല്ല സംഭവം, ഇത് ഫ്ലജല്ലേറ്റഡ് സംഭവമാണ്. ആൻഡ് ഇതും സംഭവം അവിടെ തന്നെയാണ്, ലാർജ് ഇൻറ്റസ്റ്റൈനിലൊക്കെ ആയിരിക്കും കാണുക. ലൂമൻ ട്രോഫോസോയിഡ്സ് ആയിരിക്കും കാണുക. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ജിയാർഡിയ ലാംബ്ലിയ ആൻഡ് ട്രൈക്കോമോണാസ് വജൈനാലിസ്. So thank you for watching.